തെരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ എത്തി നിൽക്കെ ശബരിമല സ്വർണ്ണക്കൊള്ള കേസിലെ തന്ത്രിയുടെ അറസ്റ്റ് രാഷ്ട്രീയ സുവർണാവസരമാക്കാൻ തന്ത്രങ്ങൾ ഒരുക്കുകയാണ് രാഷ്ട്രീയ പാർട്ടികൾ. വീണ്ടും വിശ്വാസ സംരക്ഷണമെന്നും അയ്യപ്പ ജ്യോതി എന്നും പേരിട്ട് പ്രത്യക്ഷ സമരത്തിനായി തെരുവിലേക്ക് ഇറങ്ങാനാണ് BJPയുടെ തീരുമാനം. തന്ത്രിയുടെ അറസ്റ്റിന് പിന്നിൽ സ്വർണ്ണക്കൊള്ള വിവാദങ്ങളിൽ നിന്ന് ശ്രദ്ധ തിരിക്കാനുള്ള രാഷ്ട്രീയ നീക്കമെന്നും BJP വാദിക്കുന്നു. എല്ലാം തന്ത്രിയുടെ തലയിലിട്ട് മന്ത്രിയെ രക്ഷപ്പെടുത്താമെന്ന് കരുതേണ്ട എന്നായിരുന്നു കോൺഗ്രസ് നേതാക്കളുടെ പ്രതികരണം. എന്നാൽ അന്വേഷണം ശരിയായ ദിശയിലെന്ന് മാത്രമാണ് CPM നേതാക്കളുടെ കരുതലോടെയുള്ള മറുപടി. ഒരു രാഷ്ട്രീയ പാർട്ടിയും SIT കണ്ടെത്തൽ വെച്ച് തന്ത്രിയെ വിമർശിക്കാൻ തയ്യാറായില്ല എന്നതും ശ്രദ്ധേയമാണ്. ആദ്യം നമുക്ക് ഇന്നത്തെ പ്രതികരണങ്ങൾ കേൾക്കാം. ഈ തന്ത്രിന്റെ അറസ്റ്റ് ജനങ്ങളുടെ ശ്രദ്ധ തിരിക്കാനാണോ CPMന്റെയും കോൺഗ്രസിന്റെ മന്ത്രിമാരായ കടകംപള്ളി സുരേന്ദ്രൻ, വാസവൻ, അതിനു മുമ്പ് കോൺഗ്രസ് മന്ത്രിമാരെ സംരക്ഷിക്കാനാണോ എന്നൊരു സംശയം. തന്ത്രിയെ അറസ്റ്റ് ചെയ്തു എന്നുള്ളതൊരു വസ്തുതയാണ്. നിയമത്തിൽ ആരും അതീതരല്ല. SITയുടെ അന്വേഷണം മുന്നോട്ട് നീങ്ങട്ടെ. കാരണം അയ്യപ്പൻ്റെ മുതൽ കട്ടവരാരും രക്ഷപ്പെട്ടിട്ടില്ല. അയ്യപ്പൻ ആരെയും രക്ഷപ്പെടാൻ അനുവദിക്കത്തുമില്ല. ഈ സ്വർണ്ണക്കൊള്ളയിൽ ഉൾപ്പെട്ടിട്ടുള്ള എത്ര വലിയ ആളാണെങ്കിലും അവരെല്ലാം നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരണം. പക്ഷേ തന്ത്രിയിൽ ചാരി മന്ത്രി രക്ഷപ്പെട്ടു പോകുന്നുള്ള കാര്യം സംശയം സമൂഹത്തിലുണ്ട്. തുടക്കം മുതലുള്ളൊരു അന്വേഷണത്തിലേക്ക് ഇപ്പോൾ SIT വരുന്നു, എല്ലാ കാര്യങ്ങളിലും ഒരു പരിശോധന വരുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ബാക്കി ഹൈക്കോടതിയാണ് അതിന് മേൽനോട്ടം വഹിക്കുന്നത്. അത് നടക്കട്ടെ. അന്വേഷണം വന്നതിന് ശേഷം കോടതിയിലേക്കായിട്ട് കേസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കൈമാറി കഴിയുമ്പോഴാണല്ലോ എന്താണ് അതിന്റെ വസ്തുത എന്നുള്ളത് മനസ്സിലാക്കുന്നത്. TV പ്രസാദും റോഷിപാലും സായികുമാറാണ് ചേരുന്നത്. ആദ്യം നമുക്ക് പ്രസാദിലേക്ക് പോയാൽ, പ്രസാദ്, നമ്മൾ നേതാക്കളുടെ പ്രതികരണം ഓരോന്നായി കേൾക്കുകയായിരുന്നു. CPM നേതാക്കൾ മന്ത്രി ഉൾപ്പെടെ കരുതലോടെ പ്രതികരിക്കുകയാണ്. SIT എന്ന് പറയുന്നത് കോടതിയുടെ നിയന്ത്രണത്തിലാണ് പ്രവർത്തിക്കുന്നത്, അല്ലെങ്കിൽ ആ മേൽനോട്ടത്തിലാണ് പ്രവർത്തിക്കുന്നത്, നടപടികൾ എടുക്കുന്നത് എന്നാണ് CPMന്റെ കരുതലോടെയുള്ള പ്രതികരണം. മറുഭാഗത്ത് കോൺഗ്രസ് ഇതാ കടകംപള്ളി സുരേന്ദ്രനെ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള പ്രസ്താവന നടത്തുന്നു. മന്ത്രി മാത്രം അങ്ങനെ മാറി നിൽക്കണ്ട, തന്ത്രി മാത്രമല്ല മന്ത്രിയും വേണം ഇതിന്റെ പ്രതിപട്ടികയിലേക്ക് എന്നുള്ള മറ്റുള്ള പ്രതികരണങ്ങളാണ് കോൺഗ്രസ് നേതാക്കളായി വരുന്നത്. BJP ഒരു പടി കൂടി കിടന്ന് ഇതിൽ ഗൂഢാലോചനയുണ്ട് എന്ന വാദം കൂടി ഉയർത്തുകയാണ്. തന്ത്രിയുടെ അറസ്റ്റ് തന്ത്രമാണോ എന്നാണ് ചോദ്യം. വിനീത, ഏറ്റവും നിർണായകമായ ഘട്ടത്തിലേക്കാണ് ശബരിമല പ്രത്യേക അന്വേഷണ സംഘം എത്തിയത്. ഇന്നലെ നമുക്കറിയാവുന്നതുപോലെ ED കേസ് രജിസ്റ്റർ ചെയ്ത ദിവസമാണ് ഇന്നലെ ഇപ്പോൾ പ്രത്യേക അന്വേഷണ സംഘം തന്ത്രി കണ്ഠരര് രാജീവരെ അറസ്റ്റ് ചെയ്തത് എന്നുള്ളതും ഒരു പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. ഇതുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ പുറത്തു വരുന്ന സമയത്ത് അറസ്റ്റുമായി ബന്ധപ്പെട്ട പ്രതികരണങ്ങൾ തേടുമ്പോൾ CPM നേതാക്കൾ നേരത്തെ വിനീത പറഞ്ഞതുപോലെ വളരെ കരുതലോടെയാണ് മറുപടി പറയുന്നത്. കാരണം ഇതിൽ തിരിച്ചടി ഏറ്റവും കൂടുതൽ ഉണ്ടാകാൻ സാധ്യതയുള്ളത് CPIMനാണ്. കാരണം ഒന്നാം പിണറായി സർക്കാർ അധികാരത്തിലിരിക്കുന്ന സമയത്ത് ഇടതുപക്ഷ സർക്കാർ ചുമതലയേൽപ്പിച്ച 2 പേർ, അതിലൊരാൾ A. പത്മകുമാർ, ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റ്, നിലവിൽ പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി അംഗം, മറ്റൊരാൾ മുൻ ദേവസ്വം കമ്മീഷണറും അതുപോലെ മുൻ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റും. ഈ 2 പേരെയും ചുമതലയേൽപ്പിക്കുന്നത് ഒന്നാം പിണറായി സർക്കാരാണ് എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അവർ 2 പേരും ഇതേ കേസിൽ, ശബരിമല സ്വർണ്ണക്കൊള്ള കേസിലെ പ്രധാന ആസൂത്രകരായി, പ്രധാന ഗൂഢാലോചനക്കാരായി ജയിലിൽ കിടക്കുന്ന സമയത്ത് തന്ത്രിയെ അറസ്റ്റ് ചെയ്ത ഘട്ടത്തിൽ തന്ത്രിക്കെതിരായി എന്തെങ്കിലും പ്രസ്താവന ഇറക്കിയാൽ അത് തിരിച്ചടിയാകാൻ പോകുന്നത് സർക്കാരിനും CPIMനുമാണ് എന്നുള്ളത് കൊണ്ടാണ് മന്ത്രിമാർ അടക്കമുള്ളവർ വളരെ കരുതലോടെയുള്ള പ്രസ്താവന നടത്തുന്നത്. അല്പസമയത്തിനകം MV ഗോവിന്ദൻ മാധ്യമങ്ങളെ കാണുന്നുണ്ട്. ഇതിൽ പാർട്ടിയുടെ നിലപാട് എന്താണ് എന്നുള്ളതും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. തന്ത്രിയായാലും ശരി, എത്ര പ്രധാനപ്പെട്ട ആളായാലും ശരി, എല്ലാവർക്കുമെതിരെ ഒരേ നടപടി എടുത്തു പോവുകയാണ് പ്രത്യേക അന്വേഷണ സംഘം എന്ന നിലപാടാണ് എല്ലാവരും സ്വീകരിച്ചു പോകുന്നത്. അതല്ലാതെ ഒരു കടുത്ത വർത്തമാനത്തിലേക്ക് ആരും പോകുന്നില്ല. അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം ഞാൻ നേരത്തെ പറഞ്ഞതാണ്. അതായത് CPIMന്റെ പ്രധാനപ്പെട്ട നേതാക്കൾ ഉൾപ്പെടെ ഇതേ കേസിൽ ജയിലിൽ കിടക്കുന്ന സമയത്ത് എങ്ങനെ തന്ത്രിയെ മാത്രമായി ഒറ്റപ്പെടുത്തി അതിൽ വിമർശിക്കാൻ കഴിയുമെന്നുള്ളതാണ് CPIM അഭിമുഖീകരിക്കുന്ന പ്രധാനപ്പെട്ട പ്രതിസന്ധി. എന്തായാലും ശബരിമല സ്വർണ്ണക്കൊള്ള കേസുമായി ബന്ധപ്പെട്ട് മറ്റൊരു പുതിയ ഘട്ടത്തിലേക്ക് അന്വേഷണം കടക്കുന്നു എന്നുള്ളത് തന്നെയാണ്. എന്തായാലും തന്ത്രി കണ്ഠരര് രാജീവരെ ഇനിയിപ്പോൾ കസ്റ്റഡിയിൽ വാങ്ങി കൂടുതൽ ചോദ്യം ചെയ്യാനുള്ള നടപടിയിലേക്ക് ഉൾപ്പെടെ പ്രത്യേക അന്വേഷണ സംഘം കടക്കുകയും ചെയ്യും. വിനീത, ശരി, നമുക്ക് സായികുമാറിലേക്ക് കൂടി പോകാം. സായി, ഇതിലിപ്പോൾ ഇതാ മകരവിളക്ക് ദിവസം തന്നെ പ്രതിഷേധ പരിപാടികളിലേക്ക് കടക്കുകയാണ് BJP. യഥാർത്ഥത്തിൽ ഇതൊരു സുവർണാവസരമായി, ഒരു ആയുധമാക്കി സംഘപരിവാർ ശക്തികൾ എടുക്കുകയാണ്. വിനീത, ഒരിക്കൽ കൂടി ഒരു രാഷ്ട്രീയ സുവർണാവസരമാക്കി മാറ്റാൻ ശബരിമലയെ BJP ഉപയോഗിക്കുകയാണ്. ഇന്നിപ്പോൾ
തന്ത്രിയുടെ അറസ്റ്റുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങളോടുള്ള BJP സംസ്ഥാന അധ്യക്ഷന്റെ പ്രതികരണം തന്നെ തെളിയിക്കുന്നതാണ്. ഒരിക്കൽ കൂടി ശബരിമല പ്രക്ഷോഭവുമായി BJP രംഗത്ത് വരുന്നു. മകരജ്യോതി ദിവസം അയ്യപ്പ ജ്യോതി തെളിച്ചുകൊണ്ടുള്ള ഒരു പ്രതിഷേധവും BJP ഇപ്പോൾ ആഹ്വാനം ചെയ്തിട്ടുണ്ട്. തന്ത്രിയെ ഒരു കാരണവശാലും കുറ്റപ്പെടുത്താൻ BJP തയ്യാറാകുന്നില്ല. നമുക്ക് മുന്നിൽ SITയുടെ കണ്ടെത്തലുകളുണ്ട്, റിമാൻഡ് റിപ്പോർട്ടിൽ പറഞ്ഞ കാര്യങ്ങളുണ്ട്. തന്ത്രിയും പോറ്റിയും തമ്മിലുള്ള സാമ്പത്തിക ബന്ധം അന്വേഷിക്കണം എന്നതടക്കം തന്ത്രിക്കുണ്ടായിട്ടുള്ള വീഴ്ചകളൊക്കെ എണ്ണി SIT ഈ റിമാൻഡ് റിപ്പോർട്ടിലടക്കം പറയുന്നുണ്ട്. പക്ഷെ അതൊന്നും വിശ്വസിക്കാനോ മുഖവിലക്കെടുക്കാനോ BJP ഇപ്പോൾ തയ്യാറാകുന്നില്ല. അവർ അതിൽ സർക്കാരിൻ്റെ ഇടപെടലിൽ ഒരു സംശയം കാണുകയാണ്. അതായത് ഇപ്പോഴുള്ള വിവാദങ്ങളിൽ CPIM നേതാക്കളെ രക്ഷപ്പെടുത്താൻ, ആ വിവാദങ്ങളിൽ നിന്ന് ശ്രദ്ധ തിരിക്കാൻ ഉള്ള ഒരു നീക്കമായി ഇതിനെ സംശയത്തോടു കൂടി തന്നെ കാണുകയാണ്. ആ രീതിയിലുള്ള പ്രതികരണം തന്നെയാണ്. അതായത് മന്ത്രിമാരെ തൊടാതെ, CPM നേതാക്കളെ തൊടാതെ തന്ത്രിയെ പെട്ടെന്ന് അറസ്റ്റ് ചെയ്ത് തിടുക്കപ്പെട്ട SITയുടെ നീക്കത്തിൽ സംശയമുണ്ട്, തന്ത്രിയെ കുടുക്കിയതാണോ എന്നതടക്കമുള്ള കാര്യങ്ങളിൽ എന്ന രീതിയിൽ പോലുമുള്ള പ്രതികരണം വരുന്നു. നേരത്തെ നമ്മൾ ഹൈന്ദവ സംഘടനാ പ്രതിനിധികളുടെ പ്രതികരണവും സമാന രീതിയിൽ തന്നെയാണ്. അവർക്ക് തന്ത്രിയെ അറസ്റ്റ് ചെയ്തതിലുള്ള ഞെട്ടലുണ്ട്, അദ്ദേഹം തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ശിക്ഷിച്ചോളൂ എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും മറ്റ് നേതാക്കളെ ഒന്നും തൊടാതെ, തന്ത്രിക്ക് മുന്നേ തന്നെ അറസ്റ്റ് ചെയ്യപ്പെടേണ്ടിയിരുന്ന നേതാക്കളെ ഒന്നും നിയമ നടപടിയിലേക്ക് കടക്കാതെ തന്ത്രിയെ വളരെ പെട്ടെന്ന് അറസ്റ്റ് ചെയ്തത് ഈ വിവാദങ്ങളുടെ ശ്രദ്ധ തിരിക്കാനാണ് എന്നുള്ള ഒരു വിമർശനമാണ് ഇപ്പോൾ BJPയും ഈ സംഘപരിവാർ സംഘടനകളും ഉയർത്തുന്നത്. ശരി, അത് തന്നെയാണ്. ഒരു ഗൂഢാലോചനയുണ്ട് എന്ന് വരെ പറഞ്ഞു വെക്കുന്നു. മകരവിളക്ക് ദിനം അയ്യപ്പ ജ്യോതി തെളിയിച്ചുകൊണ്ട് പ്രതിഷേധ സംഗമം നടത്താൻ ഒരുങ്ങുകയാണ് BJP എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. റോഷിപാൽ കൂടി ചേരുകയാണ്. റോഷിപാൽ, ഇതിലിപ്പോൾ കോൺഗ്രസ് എടുക്കുന്ന ടേക്ക് എന്താണ്? കടകംപള്ളി സുരേന്ദ്രനെ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഇന്ന് നേതാക്കളുടെ ഒക്കെ പ്രസ്താവന നമ്മൾ കാണുന്നത്. തന്ത്രി മാത്രമല്ല മന്ത്രിയും എന്നുള്ള നിലപാടിലേക്ക് പോവുകയാണ്. വിനീത, ഇതിൽ മന്ത്രിയായിരുന്ന കടകംപള്ളി സുരേന്ദ്രന് ഈ വലിയ തട്ടിപ്പിൽ പങ്കാളിത്തമുണ്ടെന്ന മുൻ ആരോപണത്തിൽ UDF ഉറച്ചു നിൽക്കുന്നുണ്ട്. ഏതായാലും ഈ തന്ത്രിയെ കേസിൽ അറസ്റ്റ് ചെയ്തുകൊണ്ട് അന്വേഷണം അവസാനിപ്പിക്കാനുള്ള നീക്കം നടത്തിയാൽ അത് തടയും. അതിനെതിരെ ശക്തമായ പ്രതിഷേധവുമായി രംഗത്തിറങ്ങുമെന്ന് ഉറപ്പാണ്. എന്തായാലും കടകംപള്ളിയിലേക്ക് അന്വേഷണം പോകുന്നതുവരെ ശക്തമായ പ്രതിഷേധത്തിലേക്ക് കോൺഗ്രസ് കടക്കാനാണ് സാധ്യത. 14-ന് യൂത്ത് കോൺഗ്രസ് മകര ജ്യോതി തെളിയിക്കുന്ന സമയത്ത് പ്രതിഷേധ ജ്യോതി സംസ്ഥാന വ്യാപകമായി മണ്ഡലം കമ്മിറ്റികൾ നേതൃത്വത്തിൽ തെളിയിക്കുന്നുണ്ട്. നിയമസഭയിലേക്ക് കോൺഗ്രസിന്റെ പ്രതിഷേധ മാർച്ചുണ്ട്. നിയമസഭാ സമ്മേളന സമയത്ത് യൂത്ത് കോൺഗ്രസും മാർച്ച് നടത്തുന്നുണ്ട്. അങ്ങനെ വലിയ പ്രതിഷേധം സംസ്ഥാന വ്യാപകമായി വരും ദിവസങ്ങളിൽ ഉണ്ടാകും. ഇതിൽ തന്ത്രിയുടെ അറസ്റ്റ് ശ്രദ്ധ തിരിക്കാനാണെന്ന സംശയം കോൺഗ്രസിനുണ്ട്. മാത്രവുമല്ല, ഇതിൽ നേരത്തെ ഭരണസമിതിയിലേക്ക് ആരോപണമുയർന്ന ഘട്ടത്തിലൊന്നും തന്ത്രിയെക്കുറിച്ചുള്ള ഒരു സംശയം പോലും ഉണ്ടായിരുന്നില്ല. കോടതിയിൽ നൽകിയ റിപ്പോർട്ടിലും ആ കാര്യം പരാമർശിച്ചിട്ടില്ല. ഒടുവിൽ പൊടുന്നനെയാണ് തന്ത്രിയെ അറസ്റ്റ് ചെയ്ത് ഇതിൽ ഒരു അറസ്റ്റിലുള്ള സംശയം കൂടി നേതാക്കളൊക്കെ പ്രകടിപ്പിക്കുന്നുണ്ട് കോൺഗ്രസിനെ. പക്ഷേ കരുതലോടെയുള്ള പ്രതികരണമാണ് കോൺഗ്രസ് നേതൃത്വത്തിന്റെ ഭാഗത്തുനിന്ന് വരുന്നത്. ഏതായാലും മന്ത്രിയായിരുന്ന കടകംപള്ളി സുരേന്ദ്രനെ സംശയിച്ച് തന്നെയാണ് UDF പ്രക്ഷോഭം ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകാൻ തീരുമാനിച്ചിരിക്കുന്നത്. ശരി, റോഷിപാലും ഒപ്പം സായ്കുമാറും TV പ്രസാദുമാണ് വിശദാംശങ്ങൾ നൽകിയത്. ഏതായാലും രാഷ്ട്രീയ വിവാദങ്ങൾ, ആരോപണ പ്രത്യാരോപണങ്ങളൊക്കെ കൊഴുക്കുകയാണ്. ഇനി കടകംപള്ളി സുരേന്ദ്രനിലേക്ക് ചോദ്യം ചെയ്തെത്തുമോ എന്നതറിയണം. ഏതായാലും സ്വർണ്ണക്കൊള്ള